ഈ ദുനിയാവിൽ അക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടന്നതായ ആളുകൾ നല്ലൊരു കൂട്ടുകെട്ട് കിട്ടാതെ മോശമാകുന്ന പ്രവർത്തനങ്ങളുമായി ഹറാമാകുന്ന ജീവിതത്തിലൂടെ കാഴ്ചവെച്ച് നടന്ന ആളുകൾ സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണ് പായിക്കാനും കൂട്ടുകാരുമായി കറങ്ങി നടന്ന ആളുകൾ ബീവറേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സഹായിക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. നിന്നെ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് തരാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. നിനക്ക് ലോട്ടറി എടുക്കാൻ പഠിപ്പിച്ചതായ കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ കൊണ്ട് നാളെ ആഖിറത്തിൽ നീ ഖേദിക്കുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ യഉല്ലാലിമു അലാ യദൈഹി. അക്രമം മാത്രം പ്രവർത്തിച്ചതാകുന്ന അക്രമിയായ വ്യക്തി നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ അവൻ കൈ കടിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്തിനാണ് അവന് കൈ കടിക്കുന്നത്? നന്മയുടേതാകുന്ന പ്രവർത്തനം അവനില്ല. അവന് നമസ്കാരം ചിട്ടവെക്കാൻ സാധിച്ചിട്ടില്ല. ഇബാദത്തുകൾ കുറവാണ്. പരിശുദ്ധമായ ഇബാദത്തുകൾ വളരെ കുറവാണ്. നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. കൈ കടിച്ചുകൊണ്ടവൻ വിളിച്ചു പറയുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന കൂട്ടുകാരനെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവനല്ലേ എനിക്ക് തിയേറ്റർ പരിചയപ്പെടുത്തിയത്, അവനല്ലേ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, അവനല്ലേ ഹറാമാകുന്ന തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അവനാണ് ഇന്ന സ്ഥലത്തിന് പെണ്ണുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആദ്യമായി സ്ത്രീകൾക്ക് ഒരു താല്പര്യം എന്നെ ജനിപ്പിച്ചത്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഓരോ ഫോട്ടോകൾ മൊബൈൽ ഫോണിലൂടെ കാണിച്ച് എന്റെ ഹൃദയത്തെ ഇളക്കിയവൻ അവനാണ്. എന്റെ ഹൃദയത്തിൽ വ്യഭിചാരത്തിന്റെ ചിന്ത നൽകിയവൻ അവനാണ്. ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ നോക്കാൻ തുനിഞ്ഞത്, അതിനുവേണ്ടി ഞാൻ മൊബൈൽ ഫോണിലേക്ക് നെറ്റ് കണക്ഷൻ ഞാൻ എടുത്തത്, വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത്, ഉമ്മയുടേതാകുന്ന തൈല പാത്രത്തിൽ നിന്ന് ഞാൻ ആദ്യമായി പൈസ കട്ടെടുത്തിട്ട് അതിലൂടെ നെറ്റ് റീചാർജ് ചെയ്തത്, ഞാൻ എന്റെ മോശമാകുന്ന തലത്തിലേക്ക് ഈ സിനിമ കാണാനാണ്, ഫോട്ടോ ദർശിക്കാനാണ്. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്തു, വാട്സാപ്പ് അപ്ലോഡ് ചെയ്തു, ടെലഗ്രാം കൊണ്ട് നടന്നു. അതിലൂടെ കൂട്ടുകാരികളുമായി കണക്ഷനായി, രാത്രിയുടെ യാമങ്ങളിൽ ചാറ്റിംഗ് ആയി, ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണാനുള്ള ത്വരയായി. ഹറാം എന്റെ ഹൃദയത്തിൽ മുട്ടിട്ട് വളരുകയാണ്. അയൽപക്കത്തെ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എന്റെ ഇത്തയുടെ പ്രായമുള്ള പെണ്ണിനെ ഞാൻ കടന്നു പിടിക്കാൻ തയ്യാറായി. ഒരു വേള പ്രവാസ ലോകത്തുള്ളവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ മറന്ന് അവർ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഹറാമാകുന്ന തലത്തിലേക്ക് പോയി. എന്റെ ജീവിതം മുഴുവനും ഹോമിക്കാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൂട്ടുകാരൻ കാണിച്ചതാകുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഒരു ഫോട്ടോയുടെ പശ്ചാത്തലമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റിന്റെ കൂമ്പാരമാണ്, ഹറാമിന്റെ കൂമ്പാരമാണ്. കള്ളു കുടിച്ചത് എത്രയെത്ര രാവുകളാണ്, എത്രയെത്ര സിനിമകളാണ് കണ്ടത്, ഏതൊക്കെ തിയേറ്ററുകളാണ് പോയത്, ഏതൊക്കെ ഹറാമാകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തത്, ഏതെല്ലാം ഹറാമിലേക്ക് ഞാൻ എൻ്റെ കൈകൾ പിടിച്ചു അല്ലാ, ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയി അല്ലാ, ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നടന്നു പോയിട്ടുണ്ട് റബ്ബേ. ഏതൊക്കെതാകുന്ന പാർക്കിൽ പോയി, ഏതൊക്കെ മാളുകളിൽ പോയി, ഏതൊക്കെ ബീച്ച് റോഡുകളിൽ പോയി, ഏതൊക്കെതാകുന്ന ഗാനമേള ട്രൂപ്പുകളോടൊപ്പം ഗാനമേളകൾ കേൾക്കാൻ പോയി, ഏതൊക്കെയാകുന്ന മോശപ്പെട്ട മലീമസമാകുന്ന സദസ്സുകളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടു പോയി റബ്ബേ. മാത്രമല്ല എന്റെ ഹൃദയം കൊണ്ട് പോലും ഞാൻ തെറ്റ് ചെയ്യുകയാണ്. ഒരു വേള ഉമ്മയെ വ്യഭിചരിച്ചവനാ, ഈ പെങ്ങളെ വ്യഭിചരിച്ചവനായി, സഹോദരിമാരെ വ്യഭിചരിച്ചവനായി, അയൽപക്കത്തുള്ള പല സഹോദരിമാരെ പോലും മനസ്സുകൊണ്ട് വ്യഭിചരിച്ചവനായി എന്റെ ശരീരം മാറ്റപ്പെട്ടു പോയി അല്ലാ. യാ ലൈതനീ ലം അത്തഖിദ ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന മനുഷ്യനുമായി കൂട്ടുകെട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ലഖദ് അളല്ലനീ അനിൽ ദിക്ർ ബഅദ ഇദ ജാഅ
ജാഅനി ബഅദ ഇദ് ജാഅനി. വിശുദ്ധമായ ഖുർആൻ ധാരാളം കേട്ടവനാണ് ഞാൻ. ഒരുപാട് വാദിന്റെ സദസ്സിൽ പോയവനാണ് ഞാൻ. ജുമഅക്ക് പ്രഭാഷണങ്ങൾ കേട്ടവനാണ് ഞാൻ. വാദുകൾ ധാരാളം കേട്ടവനാണ് ഞാൻ. യൂട്യൂബിലൂടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ രാത്രിയിൽ കേട്ടുകൊണ്ട് കടന്നുറങ്ങിയവനാണ്. പക്ഷെ ഒരു വേള എൻ്റെ ഹൃദയത്തെ ഒന്ന് ചാഞ്ചല്യപ്പെടുത്താൻ എൻ്റെ കൂട്ടുകാരൻ തയ്യാറായി. അവൻ വാട്സാപ്പിൽ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അതിലൊന്ന് കയറി നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഹറാമിലേക്ക് എൻ്റെ കണ്ണൊന്ന് പോയത്. ഇതെവിടെ കിട്ടുമെന്നുള്ള അന്വേഷണമായി പല വീഡിയോകൾ പരതിക്കൊണ്ട് എൻ്റെ രാത്രികളെ ഞാൻ സജീവമാക്കി. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ റമദാനിന്റെ 27-ാം രാവ്, ആ റമദാനിന്റെ 21-ാം രാവ്, റമദാനിന്റെ 23-ാം രാവ്, റമദാനിൻ്റെതാകുന്ന 25-ാം രാവ്, റമദാനിന്റെ 29-ാം രാവ്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ്, പുണ്യമാക്കപ്പെട്ട പെരുന്നാളുകളുടെ രാവുകൾ, റജബിന്റെ രാവ്, ശഅബാനിന്റെ രാവ്, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 രാവുകൾ, മുഹറത്തിന്റെ പവിത്രമായ രാവുകൾ എന്ന് വേണ്ട ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിച്ചാൽ വലിയ വലിയ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കുന്ന പുണ്യമായ രാവുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം അന്നത്തെ രാത്രിയിൽ കൂട്ടുകാരൻ അയച്ചതാകുന്ന ഒരു ലിങ്കാണ്. അതിൽ കയറിയതിൽ പിന്നെ എൻ്റെ കണ്ണുകൾ ഹറാമല്ലാതെ തേടുന്നില്ല, എൻ്റെ കൈകൾ ഹറാമിലേക്കല്ലാതെ ചലിക്കുന്നില്ല. ഞാൻ വാട്സാപ്പിലൂടെ അന്യ പെണ്ണിനെ ഒന്ന് ഹലോ ചെയ്തതേയുള്ളൂ. അവന് തിരിച്ചൊരു വർത്തമാനം പറഞ്ഞു. അതിലൂടെ ഞാൻ അവളുമായി ചാറ്റിംഗ് ആയി. ഇന്ന് ഉറക്കമില്ലാത്ത രാവുകളാണ് എനിക്ക് അവൾ സമ്മാനിക്കുന്നത്. അവളിതാ കുളിക്കാൻ പോകുമ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുപോയാണ്. ആ മൊബൈൽ ഫോണിലൂടെ ഹറാം ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുകയാണ്. വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ട് ഞാൻ ആസ്വദിക്കുകയാണ്. ഹറാമാകുന്ന ജീവിതം നയിക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ലോട്ടറി എടുത്തുകൊണ്ട് ജീവിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ധന്യമാക്കുകയാണ്. ജീവിതം മുഴുവനും ഹറാമാണ്. ഞാൻ നോക്കുന്നത് ഹറാമാണ്, ഞാൻ പിടിക്കുന്നത് ഹറാമാണ്, ഞാൻ നടക്കുന്നത് ഹറാമാണ്. നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലേക്കല്ലാതെ എൻ്റെ ഹൃദയം പോകുന്നില്ല, എൻ്റെ ചിന്താമണ്ഡലം പോകുന്നില്ല, എൻ്റെ കൈകൾ എത്തുന്നില്ല, എൻ്റെ കാലുകൾ ചലിക്കുന്നില്ല. എവിടേക്കാണ് ഞാൻ എത്തിപ്പോയത്? എന്തേ എനിക്ക് സംഭവിച്ചു പോയി? ഒരു കാലഘട്ടത്തിൽ പള്ളിയുടെ അകത്തലങ്ങളിൽ കഴിഞ്ഞവനായിരുന്നു, ജുമുഅ ജമാഅത്തുകളെ ശ്രദ്ധിച്ചവനായിരുന്നു, നോമ്പുകൾ നോറ്റി വീട്ടിയവനായിരുന്നു. എവിടെയും എനിക്കൊരു തകരാറ് സംഭവിച്ചു പോയി. എന്നെ പിശാച് വശംവദനാക്കി, എന്നെ പിടിച്ചുകൊണ്ടുപോയി. എനിക്ക് നരകത്തെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ആഖിറത്തെ കുറിച്ച് ഓർമ്മയില്ല, എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള ചിന്തയില്ല. എനിക്ക് ജീവിതം എപ്പോഴും മോശപ്പെട്ട ജീവിതമായി നടന്നാൽ മതി. ലൈംഗിക ബന്ധത്തിലേക്ക് വല്ലാത്ത താല്പര്യമായി. എനിക്ക് വിദ്യാഭ്യാസം വേണ്ട, എനിക്ക് നന്മയാർന്ന ജീവിതം വേണ്ട. എൻ്റെ പഠിപ്പും എൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ ധാർമ്മികമാകുന്ന അറിവുകളെല്ലാം ഞാൻ പരിപൂർണമായി അടിയറ വച്ചു. എന്തേ കാരണമെന്നറിയുമോ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായി റബ്ബേ. അവനാണ് എന്നെ മോശമായ രീതിയിൽ കൊണ്ടുപോയത്, അവനാണ് എന്നെ ഇത്തരത്തിലേക്ക് എത്തിച്ചത്. അല്ലാ, എന്നെ ഒന്ന് രക്ഷിക്കണേ നാഥാ. ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരാളും രക്ഷിക്കാനില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, മഹ്ശറയിൽ ഒരാളും മറ്റൊരാളെ രക്ഷിക്കുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ നിനക്ക് വലിയ ചങ്ക് പ്രോയായിരിക്കും, വലിയ കൂട്ടുകാരനായിരിക്കും. പക്ഷെ ആഖിറത്തിൽ നിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു കൂട്ടുകാരനും തയ്യാറാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് തുണയാകാത്ത സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ യുബസ്സറൂനഹും. അന്ന് നീ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ പടച്ച റബ്ബ് നിന്റെ മുന്നിലേക്ക് വരി വരിയായി കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം പടച്ച റബ്ബ് കാണിച്ചു നൽകുകയാണ്. അപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്ത വ്യക്തികൾ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ.
കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, കത്തിയാളുന്ന നരകത്തെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുമ്പോ, സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും മഹിളകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്ന ജനകോടികളും പടച്ചറപ്പിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കരായി നിലകൊള്ളുന്ന സമയത്ത് വിചാരണ ഘട്ടത്തിൽ അവൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. തമ്മാടിയായ മനുഷ്യൻ പടച്ചറപ്പിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, ഈ വലിയതാകുന്ന ശിക്ഷയിൽ നിന്ന് ഞാനൊന്ന് മാറിക്കട്ടെ അല്ലാ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ, എന്റെ രക്തത്തിലൂടെ പിറന്നതാകുന്ന പൊന്നുമോനെ എനിക്ക് പകരമായി നൽകാം അല്ലാ. വസാഹിബതിഹി വഅഖീ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഇന്നലെ വരെ ചുടുചുംബനം നൽകി എന്നോടൊപ്പം കിടപ്പറ പങ്കിട്ട എനിക്കെല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവളും ഞാനും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഒരു പാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അവൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. പക്ഷെ നാളെ മഹ്ശറയിലേക്ക് വിചാരണയുടെ ഘട്ടം കടന്നു വരുമ്പോ, വിശാലമാക്കപ്പെട്ട നരകത്തെ കാണുമ്പോ, ആ നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനങ്ങൾ വ്യക്തമായി ദർശിക്കുമ്പോ, ഭീകരമാകുന്ന നരകത്തെ വ്യക്തമായി കണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുമെന്നുള്ള ഭീതിയിൽ നിൽക്കുന്ന ഭർത്താവ് അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ചറപ്പേ, എന്റെ ഭാര്യയെ നൽകാം അല്ലാ, എന്നെ ഒന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരുമോ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, എന്റെ പ്രിയപ്പെട്ട സഹോദരനെ ഈ നരകത്തിലേക്ക് എറിയാൻ നൽകാം അല്ലാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിലേക്ക് എന്നെ എറിയരുത് റബ്ബേ. എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ സഹോദരനെ നൽകാം അല്ലാ. വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅ ثم ينجي. ലോകത്തുള്ളതാകുന്ന ഏത് വ്യക്തിയെയും നീ ചോദിച്ചോ, ആരെ വേണമെങ്കിലും അവരുടെ പാദസേവ നടത്തിയിട്ട് ഈ നരകത്തിലേക്ക് എനിക്ക് പകരമായി പ്രായച്ചിത്തമായി നരകത്തിലേക്ക് അറിയാൻ നൽകാം അല്ലാ. എന്നെ നരകത്തിലേക്ക് ഇടരുത് റബ്ബേ, എന്നെ നരകത്തിലേക്ക് ഇടരുത് അല്ലാ. നേരിട്ട് നരകത്തെ കാണുമ്പോൾ തമ്മാടികളാകുന്ന ആളുകൾ നാളെ പറയുമത്രേ, ഈ വചനം പറയാതെ ഒരു നിസ്കരിക്കാത്തവരും പോയില്ല, ഈ വചനം പറയാതെ ഒരു കള്ളു കുടിക്കുന്നവരും പോവുകയില്ല, ഈ വചനം പറയാതെ ഒരു വ്യഭിചരിച്ചവരും പോവുകയില്ല, ഈ വചനം പറയാതെ സിനിമ കണ്ട ഒരു വ്യക്തിയും പോവുകയില്ല, ഈ വചനം പറയാതെ സീരിയൽ കണ്ട ഒരു പെണ്ണും പോകുകയില്ല. എല്ലാ തെമ്മാടികളും നാളെ ആഖിറത്തിൽ നരകത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് പകരം എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ മക്കളെ നൽകാം, എന്റെ കുടുംബത്തെ നൽകാം. ലോകത്താരെ വേണമെങ്കിലും ചോദിച്ചോ റബ്ബേ, ആരെ വേണമെങ്കിലും നൽകാം അല്ലാ. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇവരെയെല്ലാം നരകത്തിലിട്ടുകൊണ്ട് നീ കത്തിച്ചാമ്പലാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ പൊന്നുമോന് ഒരു ചെറിയ രീതിയിൽ കൈവരലൊന്ന് പൊള്ളിയാൽ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഉപ്പയാണ് ആഖിറത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് മക്കളെ വലിച്ചെറിയാൻ പറയുന്നത്. എന്തുകൊണ്ട്? നരകത്തിന്റെ ഭീകരത അത്രമേൽ വലുതാണ്. ഇതിലേക്ക് ഞാൻ ചാടിക്കൊള്ളാം, എന്റെ മകനെ ഒഴിവാക്കുന്ന ഒരു ഉപ്പയും പറയുകയില്ല. എന്നെ പടച്ചറപ്പ് ഒഴിവാക്ക്, എന്റെ മകനെ നരകത്തിലേക്ക് ഇട്ടോ അല്ലാ. വാപ്പമാര് പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭാര്യമാര് ഭർത്താവിനെ പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭർത്താവ് ഭാര്യയെ പറഞ്ഞ് കൈയൊഴിയുകയാണ്. ഈ രീതിയിൽ എനിക്ക് രക്ഷ നൽകണമെന്ന് പടച്ചറപ്പിനോട് പറയുമ്പോ അല്ല പറയുന്ന മറുപടിയുണ്ട്, കല്ലാ വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ലളാ, ആ
ആ കാണുന്നത് ലള എന്ന് പറയുന്ന നരകമാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിച്ചതാകുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നതായ ലള എന്ന് പറയുന്ന നരകമാണത്. നസാഅതൽ ലിശവാ, നിന്റെ തലയുടെ മൂർധാവിനെ ചുട്ടെടുക്കുന്നതായ നരകമാണ്, നരകമാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളിതാ അറേബ്യൻ ഹോട്ടലുകളിൽ പോയിരുന്നുകൊണ്ട് ഷവായ തിന്നവരില്ലേ, ഷവർമ കഴിച്ചവരില്ലേ, അൽഫാം കഴിച്ചവരില്ലേ? ഷവായ എന്ന പദം എവിടെ നിന്നാണ് വന്നത്? നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് വിവരിച്ചെടുത്താണ് ഖുർആൻ. പരിശോധിച്ചു നോക്ക്. നസാഅതൽ ലിശവാ, നസാഅതൽ ലിശവാ, നിന്റെ തലയുടെ മൂർധാവ് ചില്ലിൻ കൂട്ടിലിട്ടുകൊണ്ട് ചിക്കൻ അത് പൊരിച്ചെടുക്കുന്നത് പോലെ നിന്റെ തലച്ചോറ് അല്ലാഹു കരിച്ചെടുക്കുമേ, പൊരിച്ചെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലള എന്ന നരകത്തിന്റെ പ്രത്യേകതയാണ് തദ്ഉ മൻ അദ്ബറ വതവല്ല. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചതാകുന്ന വ്യക്തികൾക്ക് ആഖിറത്തിൽ നൽകുന്ന ശിക്ഷ കണ്ട്, നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനം കണ്ട് പിറകോട്ടോടി മാറുന്ന ആളുകളെ ലള എന്ന് പറയുന്ന നരകം ഓടിച്ചെന്നുകൊണ്ട് വിഴുങ്ങുകയാണ്, വിളിക്കുകയാണ്, വിളിക്കുകയാണ്. പിറകോട്ട് പോകുന്നവരെ കടന്നു വരുക, കടന്നു വരുക, നിനക്കുള്ളതാണ് ഈ നരകം. നിന്റെ രോമകൂപങ്ങൾ കരിച്ചു കളയുന്നതാണ്, നിന്റെ തലച്ചോറ് കരിക്കുന്നതാണ്, അതിനെ പൊരിച്ചെടുക്കുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. പാവങ്ങൾക്ക് കൊടുക്കാതെ, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, ആലിമീങ്ങളെ സഹായിക്കാതെ, മുത്തഅല്ലിമീങ്ങൾക്ക് നൽകാതെ, പള്ളികൾക്ക് കൊടുക്കാതെ, മദ്രസകൾക്ക് കൊടുക്കാതെ, യതീംഖാനകൾക്ക് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ, മക്കൾക്ക് ചെലവ് കൊടുക്കാതെ, കുടുംബത്തിന് ചെലവ് കൊടുക്കാതെ, മാതാപിതാക്കളെ ഗൗനിക്കാതെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരെ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊണ്ടവരെ, പാവപ്പെട്ടതാകുന്നതാകുന്ന സ്ത്രീകൾക്ക് 30-35 കല്യാണ പ്രായമാത്തിയിട്ട് പോലും അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ കൈനീട്ടുമ്പോ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ് പണമുണ്ടായിട്ടും തിരിഞ്ഞു നിന്നതായ ആളുകളെ, ഒരു ഗ്രാം പോലും കൊടുക്കാതെ, ഒരു നയാ പൈസ പോലും കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാരംഭർക്ക് അവലംബമാകാതെ, ദുനിയാവിൽ അടിച്ച് പൊളിച്ച് ലുലുമാളിലുമൊക്കെ കറങ്ങി നടന്നതാകുന്ന ചെറുപ്പക്കാരാ, രക്ഷിതാവേ, സഹോദര, നിന്നെ ഇദാ ലള എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്, വിളിക്കുകയാണ്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടി ആളുകളെ പ്രത്യേകം ഇദാ ലള എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്. നിന്നെ കരിച്ചു കളയാൻ തയ്യാറാവുകയാണ്. നീ ദുനിയാവിൽ 60-70 വയസ്സ് ജീവിച്ചവനല്ലേ, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടവനല്ലേ, ഹദീസ് കേട്ടവനല്ലേ, വഅദ് ശ്രവിച്ചവനല്ലേ, എന്തേ അമൽ ചെയ്യാതെ പോയത്, എന്തേ നിസ്കരിക്കാതെ പോയത്, എന്തേ മാതാപിതാക്കളെ തെറി വിളിച്ച് നടന്നത്, അവരെ പറഞ്ഞതനുസരിക്കാതെ അവരെ കരയിപ്പിച്ചുകൊണ്ട് നടന്നവനല്ലേ? ഇന്നിതാ അനുഭവിക്കടാ, ഇന്നിതാ അനുഭവിക്കടാ, നിനക്കൊരു തിരിച്ചു പോക്കുമില്ല. നിന്നെ ഇതാ ഈ ലള എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ നരക കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാതെ നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ ഉസ്താദ് നന്മ? ഏതെല്ലാം നന്മകൾ നമുക്കറിയാമോ ആ നന്മകളെല്ലാം, നീ നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് കടന്നാൽ അതെടുത്ത് മാറ്റുന്നത് വരെ നന്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ വാത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി, അപ്പൊ ഒരു ഓല വീണ് കിടക്കാൻ, അതെടുത്ത് മാറ്റലാണ് ഖൈർ. മാറ്റി കൊടുക്കുക. റോഡിൽ വീണ് കിടക്കാൻ, അതാരാണ്? ആ ഉടമയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക. അതാണ്. അങ്ങനെ ഏതെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കും. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്.
വഴിയിലത് നടന്ന തടസ്സം അത് മാറ്റിക്കൊടുത്തു. ഒരു മ്ലേച്ഛത കണ്ടത് മാറ്റിക്കൊടുത്തു. ഒരു എലി എവിടെയെങ്കിലും കടന്ന് ചത്ത് കണ്ടു ഉടനെ അതിനെ കുഴിച്ചിട്ടു. ഒരു പട്ടി എവിടെയെങ്കിലും ഒരു നായ എന്നാ ചത്ത് കിടക്കുന്നു, അതിനെ കുഴിച്ചിടാൻ തയ്യാറാകുക. ഇത് ചത്ത പൂച്ചയും എലിയൊക്കെ കൊണ്ടുവന്ന് ഹൈവേ കൊണ്ടിട്ടേക്കാൻ, നാഷണൽ ഹൈവേ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ മതിയല്ലോ, ഹൈവേ കൊണ്ടിട്ടേക്കാൻ, വണ്ടി കയറി പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ്. അതിനൊക്കെ വലിയ ബിസ്മിയാ അരിയായിട്ട് ഹജിയര, അതിനൊന്നും ബിസ്മി ഉറക്കത്തില്ല. അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തൊക്കെ നന്മ നമുക്ക് നമ്മുടെ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. കാരണം വയസ്സ് എത്രയായി ഇവിടെ? 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 എത്തി. ഇനി ഇല്ല ആയുസ്. മുത്തുനബിക്ക് വയസ്സ് 63 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ കുറഞ്ഞ ആയുസേ ഇനി ഉള്ളൂ. അതുകൊണ്ട് ഇനി അമൽ ചെയ്യാനുള്ള സമയം പോലും നമുക്കില്ല. അതുകൊണ്ട് മുന്നേറിക്കോ, കുറഞ്ഞ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി 2 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായം കൂടി കിട്ടണം. ഈ സദസ്സിൽ നിന്നുകൊണ്ട് കുറഞ്ഞ ആളുകളെ ഉള്ളൂ, ഒരാൾ പോലും പിരിയരുത്. നല്ല നിയ്യത്തിലിരിക്കും, ചെറിയൊരു ദുആയിരതി പിരിയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. വലിയ തുക ഒന്നും ചോദിക്കുന്നില്ല. 1 ഗ്രാം വെച്ച് നൽകാൻ സാധിക്കുന്ന മോമിനികൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കയ്യുയർത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഒരാൾ നല്ല നിയ്യത്തിൽ ബിസ്മില്ലി ഉയർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. ഒന്ന് പേര് പറഞ്ഞോളി. സംഘാടകരൊന്ന് ഇവിടെ ബഷീറും നിയാസൊക്കെ ഒന്ന് വേഗം വന്ന് പേരെഴുതണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 1 ഗ്രാം, 1 പവനല്ല വെച്ചേക്കുന്ന 1 ഗ്രാം. അതിലെല്ലാരും ഭാഗവാക്കാകാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പേര് പറഞ്ഞു. അജ്മൽ. മാഷാ അല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു സ്വലാത്തു റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. അജ്മൽ എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അടുത്ത ആൾ ഇൻഷാ അല്ലാഹ്. വേഗം ഓരോ ഗ്രാമം വെച്ച് പറയുന്നത് ധാരാളം ആളുകൾ ഭാഗവാക്കാനാണ്. മാഷാ അല്ലാഹ്. പേര് പറഞ്ഞോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല ഈമാനുള്ള വക്താക്കൾ ഈ മജ്‌ലിസിലുണ്ട്. വേഗം പറയുന്ന അവർക്കാണ് കൂടുതൽ കൂലി. വൈകരുത്. നന്മയിലേക്ക് നമ്മൾ വേഗം വരണം. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്. വൈകരുത്. നിസാമുദ്ദീൻ. മാഷാ അല്ലാഹ്. നമ്മുടെ പേരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. നിസാമുദ്ദീൻ എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ബാക്കി വെച്ചതിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. 1 ഗ്രാം സ്വർണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, നീ കബൂലാക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണ്ണ വിജയം നൽകണേ അല്ലാ. ഏതെല്ലാം നിയ്യത്തുകൾ മനസ്സിലുണ്ടോ ആ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ ഇരുന്നാ മതിയല്ലോ. ഇപ്പൊ കുളിക്കാതെ അവിടെ മാറിയിരുന്നു. അനസ് കാരൂര്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അതിന് ചിരിയണ്ട. ഫസ്റ്റ് പ്രൈസ് കേട്ടാ ചിരിയില്. ഒരു സ്വലാത്തു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. കബൂലാക്കണേ അല്ലാ. അനസ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. 12 മണി സമയത്താണ് നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത്. പാതിരാത്രി സമയമാണ്. ലോകം മുഴുവനും ഉറക്കിൽ കഴിയുന്ന നേരമാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ആ സഹോദരന്റെ വിഷയത്തിൽ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ചെറിയ മക്കളാണ് ആമീൻ പിടിക്കുന്ന, അവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ആ മക്കളുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ.
നൗഷാദ് പള്ളിയുടെ തെക്കതിൽ മാഷാ അല്ലാഹ് 1 ഗ്രാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത് കൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നൽകുന്നവർ വേഗം വേഗം കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നിയാസ് സാഹിബ് ഒന്നുകൂടെ നടന്ന് ഒന്ന് പുഞ്ചിരിച്ച് നടക്കും, വലത്തോട്ടും ഇടത്തോട്ടും. നിങ്ങളുടെ ആ പുഞ്ചിരിയിലാണ് കിട്ടുക. അല്ലാഹു കബൂലാക്കട്ടെ. ചിരിക്കട്ടെ. വരട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഇവരെയെല്ലാം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സിറാജുൽ ഹുദ എന്ന് പറയുന്ന സഹോദരങ്ങൾ. അല്ലാഹുവേ, ഈ സംഘടനയിൽ നിലകൊള്ളുന്ന സർവർക്കും നീ ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇതിലുള്ള അൻഷാദ് എന്ന് പറയുന്ന 2 ചെറുപ്പക്കാര്, 23 വയസ്സുള്ള 2 യുവാക്കൾ മരണപ്പെട്ടു പോയി. റബ്ബേ, ദറജ ഉയർത്തണേ അല്ലാ. അതിൽ അൻഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ട് പോകുമ്പോഴാണ് മരണം വരുന്നത്. അല്ലാഹുവേ, ദറജ ഉയർത്തണേ അല്ലാ. നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ജീവിതത്തിൽ സുകൃതങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വിരുന്ന് സൽക്കാരമാണ്. തുഹ്ഫത്തുൽ മുഅ്മിനാണ് മരണം. മുഅ്മിനീങ്ങൾക്കുള്ള വലിയ സമ്മാനമാണ് മരണം. ഈ ദുനിയാവിൽ നന്മ ചെയ്ത് നിലകൊള്ളുന്നവരെ, മരിച്ച് നിങ്ങൾ മണ്ണോട് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ പ്രതിഫലം നിങ്ങൾ അറിയുക. അതുകൊണ്ട് സിറാജുൽ ഹുദയുടെ 50ഓളം വരുന്ന ചെറുപ്പക്കാരോടൊപ്പം ചേർന്ന് നിൽക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ, ഈ മക്കളെ മുഴുവനും നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഈ സഹോദരങ്ങൾക്ക് മുഴുവനും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അവർ നടത്തിയിട്ടുള്ള സർവ്വ നന്മയാർന്ന പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ അല്ലാ. 10ഓളം വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഖൈറായ ജീവിതം കൊടുക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരുപാട് പട്ടിണി പാവങ്ങളുടെ വിശപ്പടക്കാൻ ഇവർ കൊടുത്ത കിറ്റുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് രോഗികൾക്ക് ആശ്വാസം പകരാൻ ഇവരുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അൽഹംദുലില്ലാഹ്, ജീവിതം ധന്യമാണ്. ആരെല്ലാം ഈ പുതുശ്ശേരിക്കോട്ട മഹല്ലിന്റെ പരിസരങ്ങളിലും പരിസര മഹല്ലുകളിലും ഉള്ളവർ വന്നു ചേർന്ന് ഈ മക്കളെ സഹായിച്ചവരുണ്ടോ, അല്ലാഹുവേ പടച്ച റബ്ബേ, അവർക്കെല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ. നീ സന്തോഷം നൽകണേ റബ്ബേ. ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. റഷീദ അയണിക്കാട്ടിൽ 2 ഗ്രാം മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് വേഗം നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അല്ലാഹ് നിർത്തൂലെന്നറിയാം. വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. വീട്ടിലെത്തുമ്പോ കയ്യിലും കാതിലുള്ള ഒന്നും കാണരുത്, വേഗം കൊടുക്ക്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. സിറാജ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. സഹോദരിയുടെ ജീവിതത്തിൽ ഖൈർ ബറകാത്തുകൾ ചൊരിയണേ റബ്ബേ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. റഷീദ എന്ന സഹോദരിയുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അവർ പറഞ്ഞിട്ടുള്ള 2 ഗ്രാം സ്വർണം നീ കബൂലാക്കണേ അല്ലാ. ഏതെല്ലാം നീയത്തുകൾ അവരുടെ മനസ്സിലുണ്ടോ, ആ നീയത്തുകൾ മുഴുവനും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. നിസാറുദ്ദീൻ പുത്തം വീട്ടിൽ 1 ഗ്രാം സ്വർണം മാഷാ അല്ലാഹ്. ഇനിയുണ്ട്, വേഗം അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. ബാക്കി വെച്ചതിൽ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്ത് അവിടെ അല്ലേ വളണ്ടിയേഴ്സില്ലേ, വേഗം
അബ്ദുസ്സലാം എന്ന സഹോദരൻ 10,000 രൂപ. മാഷാ അല്ലാഹ്. ഖുലൂ തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാക്കണേ അല്ലാഹ്. മരണം ചെയ്യുന്നവരുടെ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. 10,000 രൂപ സദഖ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. വേഗം വേഗം. അബ്ദുസ്സലാം മഠത്തിൽ 1 ഗ്രാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. ജമാലുദ്ദീൻ മുസ്ലിയാർ 1 ഗ്രാം. മാഷാ അല്ലാഹ്. അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. സാദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. രോഗം ശമനം നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. സാമ്പത്തികമാകുന്ന ഭദ്രത നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മാതാവിന്റെ രോഗശമനത്തിന് വേണ്ടി ഒരു സഹോദരൻ ഷരീഫ്, അല്ലെ, ഷരീഫ് 1 ഗ്രാമോ. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ആ സഹോദരനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. മാതാവിന് വേണ്ടി പറഞ്ഞ സദഖയാണ്, സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വന്തം ഉമ്മ എന്ന നിലയ്ക്ക് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. രോഗം പരിപൂർണമായ ശമനം കൊടുക്കണേ അല്ലാഹ്. അത്ഭുതകരമാകുന്ന ശിഫാ കൊടുക്കണേ അല്ലാഹ്. അഫ്താബ് ക്ലാപ്പന എന്ത് ആളെന്ന് ഇവിടെ ഉണ്ടോ? ഫോൺ വിളിച്ചു പറഞ്ഞ ഉണ്ടോ? ആ, ഫോൺ വിളിച്ചു പറഞ്ഞു. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. താബിനും കുടുംബത്തിനും നീ ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാഹ്. അബ്ദുസ്സലാം എന്ന സഹോദരൻ 2 ഗ്രാം. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഓൺലൈനുള്ളവരോട് ഉണർത്തുകയാണ്, 2 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവാഹധന സഹായമാണ് തേടുന്നത്. വേഗം വേഗം കഴിയുന്നവർ 1 ഗ്രാം പറ്റുന്നവർ, അങ്ങനെ നിങ്ങൾക്കിനി അതിനേക്കാൾ കൂടുതലാണ് പറ്റുക, 2 ഗ്രാമോ അല്ലെങ്കിൽ 1 പവനോ ഒക്കെ നൽകുന്നവർ ഇൻഷാ അല്ലാഹ് വേഗം എത്രയും വേഗം നൽകണം. അല്ലാഹു സ്വീകരിക്കട്ടെ. 5 പവനാണ് നമ്മൾ നൽകുക, 1 ലക്ഷം രൂപയുമാണ് നൽകുക. അതോടൊപ്പം തന്നെ അവർക്കുള്ള വിവാഹത്തിന്റെ വസ്ത്രം, അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസത്തിന്റെ ഭക്ഷണത്തിന്റെ പൂർണ്ണ ചെലവുമാണ് ഇതിന്റെ സംഘാടകർ വഹിക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് 5 പവൻ വലിയ മുതൽക്കൂട്ടാൻ, ചെറുതല്ല. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ വിഷമവും പ്രയാസം സഹിച്ച് നിലകൊള്ളുന്നവരുണ്ട്. അവർക്കൊക്കെ വലിയ താങ്ങായി തണലായി വർത്തിക്കാൻ അൽഹംദുലില്ലാഹ് ഈ സംഘടനയ്ക്ക് സാധിക്കുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ നാട്ടുകാരാകുന്ന രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള, നമ്മുടെ മക്കളെയൊക്കെ ഇതിൽ ഭാഗവാക്കാക്കണം. വരും തലമുറകളൊക്കെ സിറാജുൽ ഹുദയോട് ചേർന്ന് നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇവർ ഹുദയുടെ, നന്മയുടെ, സന്മാർഗത്തിന്റെ വെളിച്ചമാണ്, വിളക്കാണ്. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്, സിറാജുൽ ഹുദ സന്മാർഗത്തിന്റെ വിളക്ക് മാടം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു അക്കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവരെ നടത്തുന്ന പ്രവർത്തനം ഒരു മോശമായ ഒരു കാര്യത്തിനല്ല, നാട്ടിലൊരു ഗാനമേള സംഘടിപ്പിക്കലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അശ്ലീലമായ സിനിമാ പാട്ട് പാടാൻ വേണ്ടിയുള്ള ടീമുകളെ കൊണ്ടുവരലൊന്നുമല്ല. ദീനീപരമായിട്ടുള്ള ചിട്ടയിൽ ജീവിക്കുവാനും അത്തരത്തിലുള്ള അഹ്ലുകാർക്ക് നല്ല സഹായങ്ങൾ നൽകുവാനും വേണ്ടി ചികിത്സാ ധനസഹായവും മറ്റുള്ള രീതികൾക്കുമൊക്കെ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന. അതുകൊണ്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ വരും തലമുറകളെ ചേർക്കേണ്ടത്. അപ്പോഴേ അവർക്ക് നല്ല ഒരു പദവി അവർക്കുണ്ടാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ ഇതിൽ ഭാഗമാക്കണം. അബ്ദുസ്സലാം സാഹിബ് 2 ഗ്രാം. അല്ലാഹു സ്വീകരിക്കട്ടെ.
അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അബ്ദുസ്സലാം സാഹിബിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ ശമനം കൊടുക്കണേ അല്ലാ. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണ് നൽകിയത് ആ നിയ്യത്ത് നീ സാധൂകരിക്കണേ അല്ലാ. അനുസാഹിബിന്റെ ഉപ്പ 5000 രൂപ രോഗശമനത്തിന് വേണ്ടി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ ഉലമാക്കളുടെ സാധാരണക്കാരുടെ സമുന്നതരായ വ്യക്തിത്വങ്ങളുണ്ട്. തൊട്ടപ്പുറത്ത് പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ കരങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ഇജാബത്താണ്. ആ ഉപ്പാക്ക് വേണ്ടി ഞങ്ങൾ ശിഫാ തേടുന്നു അല്ലാ. ഞങ്ങൾക്കും അവർ ശാരീരികമായ സിഹത്ത് നസീബാക്കണേ അല്ലാ. നൗഷാദ് എന്ന സഹോദരൻ മാഷാ അല്ലാഹ് 1 ഗ്രാം മാതാവിന്റെ രോഗശമനത്തിന് വേണ്ടി. അല്ലാഹുവേ ശിഫാ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആ ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായസ് നിന്റെ ത്വാഅത്തിനായി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. വേഗം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയും. അൻവർ ഷാ കാരാളി 1 ഗ്രാം മാഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കട്ടെ, അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ ശമനം കൊടുക്കണേ അല്ലാ, ശാരീരികമായ സിഹത്ത് പ്രദാനം ചൊരിയണേ അല്ലാ, ഖൈറായ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ വവ്വാക്കാവ് അബ്ദുസ്സലീം സാഹിബ് നമ്മളെവിടെ പോയാലും വെള്ളമായിട്ട് നമ്മുടെ പുറകെ നടക്കും. അങ്ങനത്തെ വ്യക്തിയാണ്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അദ്ദേഹവും കുടുംബവും ഇന്ന് മജ്‌ലിസിലുണ്ട്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. 1 ഗ്രാം ഖുലൂത്ത് തക്ബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ ശമനം നൽകണേ അല്ലാ, ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. പുതുതായി താമസം ആരംഭിച്ച വീട്ടിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഖൈർ ബറകാത്തുകൾ ആ കുടുംബത്തിന് നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ആലിമീങ്ങളെയും ദീനിന്റെ അഹ്ലുകാരെയും സ്നേഹിക്കുന്ന കുടുംബമാണ്. അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അനസ് പാലുവിളയിൽ 1 ഗ്രാം. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. വിഷമങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. റാഹത്തായ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആലിമീങ്ങളെ ദീനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ വിനീതൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകിയിട്ടുള്ള പനച്ചിമൂട് അബ്ദുസ്സലീം സാഹിബ് മജ്‌ലിസിലുണ്ട്. അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കടങ്ങളെല്ലാം വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആ കുടുംബത്തിലും നീ ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. റഹ്മത്ത് നാസർ 1 ഗ്രാം. അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ ശമനം നൽകണേ അല്ലാ, ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെയും അവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സനീർ കാട്ടിൽ 2 ഗ്രാം. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാ. പാരത്രിക ലോകത്തെ ഈ സദഖയിലൂടെ വിജയം നീ നസീബാക്കണേ അല്ലാ. നൗഫൽ എന്ന സഹോദരൻ 1 ഗ്രാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. റാഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാ. സന്തോഷകരമാകുന്ന ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറായ ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും നീ നസീബാക്കണേ അല്ലാ.
തേവലക്കരയിലുള്ള അമീൻ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയിട്ട് 7 വർഷമായി. നീ ദറജ ഉയർത്തണേ അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിനാക്കണേ അല്ലാ, സ്വർഗീയമാകുന്ന വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. തേവലക്കരയിലുള്ള ഇസ്മായിൽ കുഞ്ഞെന്ന സഹോദരൻ കുടലിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. അല്ലാഹുവേ പരിപൂർണമായ ശിഫാ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വെളുത്തമടയിൽ സജീർ എന്ന ചെറുപ്പക്കാരനും അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫാ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ക്യാൻസർ ബാധിച്ച് കരുനാഗപ്പള്ളി ജമാഅത്തിൽപ്പെട്ടതാകുന്ന സലാം സാഹിബിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ ദറജ ഉയർത്തണേ അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. വേഗം വേഗം അസ്ഹർ അല്ലേ, അസ്ഹർ പള്ളിയാടിലെ 2 ഗ്രാം ഇന്ന് രാത്രിയിൽ തിരിച്ചു പോവാണ് ഗൾഫിലേക്ക്. അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, യാത്ര എളുപ്പമാക്കണേ അല്ലാ, സന്തോഷകരമാകുന്ന ജീവിതം കൊടുക്കണേ അല്ലാ. ആ സഹോദരനടക്കം ഈ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ട്, അവർക്കും നീ ഖൈർ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാ, അവരുടെ കുടുംബങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. അസ്ഹർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, 2 ഗ്രാം സദഖ നീ സ്വീകരിക്കണേ അല്ലാ. അടുത്തത് സിയാദ് മുകളത്തറയിൽ 5000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി ഈ സദഖയെ സ്വീകരിക്കണേ അല്ലാ. സിയാദ് പുതിയകാവ് 1 ഗ്രാം. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ ത്വഅത്തിനായി നസീബാക്കണേ അല്ലാ. അല്ലാഹു ഈ സദസ്സിൽ നിലകൊള്ളുന്ന സർവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്നോടൊപ്പം സ്ഥിരമായി സഹയാർത്ഥികനായ തേവലക്കരയിലുള്ള നൗഫൽ എന്ന സഹോദരനും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവരുണ്ട്, നീ ശാരീരികമായ സിഹത്ത് നസീബാക്കണേ അല്ലാ. പ്രവാസികളായവരുടെ കുടുംബത്തിലുള്ള പലരുമുണ്ട്, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. ലൈവിലായിട്ടൊരു സഹോദരി ഹസീന എന്നാണ് പേര്, ഓച്ചറയിൽ നിന്ന് 1 ഗ്രാം. മാഷാ അല്ലാഹ്, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ, അവരുടെ ബറക്കത്തുള്ള ജീവിതമാക്കണേ അല്ലാ, ബാക്കി വെച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. 1 ഗ്രാം പറഞ്ഞവരാണ്, നീ സന്തോഷം നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിൽ 1ഉം 2ഉം ഗ്രാം വെച്ച് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഖൈറായ കുടുംബ ജീവിതം നസീബാക്കണേ അല്ലാ. അജീബ് വള്ളിക്കുന്നു, മാഷാ അല്ലാ, അരപ്പവൻ ഖുലൂത്ത് കബീർ. നേരത്തെ പറഞ്ഞ അസ്ഹർ എന്ന സഹോദരന്റെ അളിയനാണ്. മാഷാ അല്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. അജീബ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ, ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ, കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ, ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. അനീസ് എന്ന സഹോദരൻ 5000 രൂപ. അൽഹംദുലില്ലാ, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ.